ശ്രീലേഖയുടെ ലവ് ജിഹാദ് പരാമർശത്തിൽ പ്രതികരണവുമായി ആറന്മുള NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും എന്നാൽ DGP ആയിരുന്നയാൾ തെളിവുകളില്ലാതെ കാര്യം പറയില്ല എന്നുമാണ് കുമ്മനം രാജശേഖരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ആറന്മുളയിൽ FCRA ബില്ല് ചർച്ചയാകില്ല, മറ്റ് മുന്നണികൾ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മളിപ്പോൾ. എന്തായാലും ആറന്മുളയിലെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നമ്മളൊപ്പം ചേരുകയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്ത് തോന്നുന്നു? വലിയ ആത്മവിശ്വാസമാണോ? പ്രവർത്തകരെല്ലാം വളരെ വാശിയോട് കൂടിയാണ്. മറ്റൊന്ന്, എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും പിന്തുണ വർദ്ധിച്ചു വരികയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും. അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങൾ തുടങ്ങി പല സ്ഥലങ്ങളിലും എനിക്ക് പിന്തുണ ഏറി വരികയാണ്. സമുദായങ്ങളുടെ കാര്യം അങ്ങ് ചൂണ്ടിക്കാട്ടി ആ വോട്ടുകൾ ഒരുപക്ഷെ നിർണായകമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള. FCRA വിഷയം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളത് അത് തിരിച്ചറിയാകുമോ? FCRA വിഷയം വാസ്തവത്തിൽ ഇവിടെ കോൺഗ്രസും CPM-ഉം ക്രൈസ്തവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് അവരെ കുത്തിയിളക്കി വിട്ട് BJPക്ക് കിട്ടേണ്ട വോട്ടുകളെല്ലാം നഷ്ടപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. സത്യം എന്തെന്ന് അവർക്കറിയാം, മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി തിരുവല്ലയിൽ വന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു. CBCI ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കൃത്യമായി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ട്. അവരുടെ ആശങ്ക എന്ത് എന്നുള്ളതിനെ പറ്റി അറിയാൻ എന്തായിരുന്നാലും നേതൃത്വത്തിന് ആഗ്രഹമുണ്ട്. ആ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അതിന് രമ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. ഇടയ്ക്ക് വലിയ വിവാദമായൊരു പ്രസ്താവന നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ ശ്രീലേഖയുടെ ഭാഗത്തുണ്ട്, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്. അത് പാർട്ടിയിൽ ആരും ഏറ്റെടുക്കുന്നതായി കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് തന്നെയാണോ, ശ്രീയുടെ നിലപാട് തന്നെയാണോ, ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നുള്ള നിലപാടാണോ? അവർ റിട്ടയർഡ് DGP ആണ്. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാണും, തെളിവുകൾ കൈവശം കാണുമല്ലോ. പ്രസ്ഥാനയ്ക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്നാണോ BJP വിശ്വസിക്കുന്നത്? ആ പ്രസ്താവന ഞാൻ കണ്ടില്ലല്ലോ. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. ഞാൻ സംസാരിച്ചില്ല, ഞാനത് അങ്ങനെ പ്രസ്താവന കണ്ടില്ല. പത്തനംതിട്ട ജില്ലയാണ്, അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ ചർച്ചയാകും എന്നുള്ള വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും ജനമനസ്സുകളെ ഇപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അവരെ കുത്തിനോവിച്ച ഒരു വിഷയമാണ്. അതിൻ്റെ വേദനയിൽ നിന്ന് അവർ ഇതുവരെ മുക്തരായിട്ടില്ല. അവർക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസം കൊടുക്കാൻ എനിക്ക് കഴിയണം. ഇനി ഒരു സ്വർണ്ണക്കൊള്ള പോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനുള്ളത്. വലിയ സ്വീകരണം ആറന്മുളയിലെ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ പ്രചാരണം തുടരുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.